ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പണ്ട് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞാൻ കുളിച്ചോണ്ട് നനച്ചോണ്ടുണ്ടായ ഒരു സ്ഥലമുണ്ട്. നമുക്ക് തോട്ടത്തിലേക്ക് പോവാം. വീടിന്ന് ചടപട വീണാൽ എൻ്റെ മാനും മര്യാദയും പോകും. താഴെ രണ്ടാളെ അടക്ക വറക്കാൻ വന്നിട്ടുണ്ട്. വെയിറ്റ് യാതേ പറേ അമ്മച്ചി ഫോണെല്ലാം വീണൻ ചടപട അങ്ങനെ എത്തി. ഞാൻ കാണിച്ചതാ. കണ്ട സന്തോഷത്തിലാണ് രണ്ടെണ്ണോടെ ഇല്ലത്. കാണിക്കാം. ഒരു ഉമ്മണിക്കഞ്ഞുണ്ടിനെ കണ്ടനാണ് ഇവരിങ്ങനെ നല്ല വാങ്ങി. അവിടെ ലൈറ്റ് കിട്ടാത്തൊന്നും കണ്ടു. കൊണ്ടില് കൂടി കിട അല്ലെങ്കിൽ ഇത്ര നല്ലോണം വെള്ളം ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം, എല്ലാ സ്ഥലം കാണിച്ചു തരാം. ഇതിലിങ്ങനെ ഈ ഉളിയിലേ കൂടിയിട്ട് വെള്ളം പോവും. വെള്ളം പോയിട്ട് ഇതാ ഇങ്ങനത്തെ നമ്മുടെ നാട്ടിൽ ഇങ്ങനല്ലേ പണ്ട് കാലത്ത്. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഓർമ്മ ഉണ്ടാവും അറിയില്ല. എന്താ ഇങ്ങനെ ഉളിയിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തും. എന്നിട്ട് അവിടെ നമ്മളെ കൊട്ടമ്പാള എടുത്തിട്ട് ഇങ്ങനെ വെള്ളം തേവും. കണ്ട പണ്ട് ഇത് അങ്ങോളം ഉണ്ടായിരുന്നു. അത്ര ഇത് ഞങ്ങൾ വീടെടുക്കുന്ന സമയത്ത് എല്ലാം മണ്ണെല്ലാം വീണിട്ട് പോളിയൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ തോട്ടം. അവിടെ രണ്ടാൾ അടക്ക വറക്കാൻ വന്നിട്ട് രണ്ടാളും ഞണ്ടിനെ തോണ്ടതുണ്ട്. കേട്ടിയ സൗണ്ട് കേട്ടില്ല. എന്താ വീടിന് അക്കരക്ക് വേണമെങ്കിൽ ഞങ്ങൾ വീടിന് ഇടത്തേക്ക് തുള്ളണം. ഈ മഴ വരുന്ന സമയത്ത് നല്ല രസമാണ്. ഇങ്ങനെ ഇപ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതോ നിങ്ങളെ വെള്ളച്ചാട്ടം അതിലിങ്ങനെ വെള്ളം വീണാണോ ഇങ്ങനെ വെള്ളച്ചാട്ടം വരുന്ന പോലെ ഉണ്ടാവും. അതാ ഈ മൂലക്ക് നിന്നാണ് ഞങ്ങൾ കുളിക്കൽ. ഇപ്പോൾ ഇവിടെ ആരും കുളിക്കാൻ വരുത്തും നനക്കാൻ വരുത്തൊന്നുമില്ല. ഇതിങ്ങനെ മീത്തത് ഇങ്ങനെ വെള്ളം വരുമ്പോൾ കണ്ടിട്ട് കുണ്ട് നിറയും. അങ്ങാടില്ല ഒരു അതിലാണ് ഞങ്ങൾ അലക്കൽ. പിന്നെ കുളിക്കും. എല്ലാം ഓരോ ഓർമ്മകൾ. ഞങ്ങളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലം ആണത്രേ. കണ്ടോ ആടെ കിച്ചും കൂട്ടും കൂടിയിട്ട് എന്തോ ആക്കുന്നുണ്ടോലും. നാച്ചുറൽ വൈ പോലും ദൈവത്തിന് അറിയാം എന്തെന്ന്. ആടെ ലാസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ എടാ പോണ്ട, ഞാൻ വരുന്നു. നിങ്ങളൊക്കെ ഞാനില്ലേ അതിലേ വരാട്ടോതാ. ഞാൻ ആ കൂടുന്നിടത്തുണ്ടാവും. വരുന്നറാ എന്താ പണ്ട് ഞങ്ങളുടെ കഞ്ഞിയും കറിയും വെച്ച് കളിച്ചല്ലോ ഓർമ്മയുന്നു. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഓർമ്മ ചെയ്തെന്ത് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാവില്ലേ മറ്റേ എന്തല്ലോ മറ്റേ കവുങ്ങിൻ്റെ അടിയും പറങ്കിയാവിൻ്റെ അടിയെല്ലാം ക്ലീൻ ആക്കിയിട്ട് കഞ്ഞിയും കറിയും വെച്ച് കളിക്കൽ സെയിം അവസ്ഥ. ചിലപ്പോൾ ഞാനിത് ഇങ്ങനെ വീഡിയോ പിടിക്കുന്നതാകുമ്പോൾ ഈ രണ്ടെണ്ണം കളിയാക്കാനും മതി. അല്ലെങ്കിൽ കലാകാരന്മാരെ സമൂഹം അംഗീകരിക്കില്ലല്ലോ. നിങ്ങളല്ല കേട്ടോ, ആടില്ലപ്പേടാ പറഞ്ഞത്. നോക്കാം. അച്ഛാ ഇത് എനിക്ക് വേണ്ടാത്ത പണിയായിരുന്നു. ഇതെന്ത് നാച്ചുറൽ വൈബ് നിങ്ങളെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയിട്ട്. ഗൈസ് കാണിക്കാം ഗൈസ്. വെള്ള നിങ്ങളുടെ ആരെങ്കിലും കാണുന്നുണ്ടോ അതിൻ്റെ മൂയൊക്കെ രണ്ടെണ്ണത്തിനാ? ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ പണ്ട് ഈ പാറേൻ്റെ വില ഇത്ര വലുത് നമുക്ക് തോന്നി. കണ്ട ഗൈസ് എന്നെ പേടിപ്പിക്കുന്നു ഇവിടുത്തെ കുഞ്ഞുട്ട. ഇതിലാണ് ആ മീത്തന്ന് വരുന്ന വെള്ളം ഇതിലാണ് വരല്. നമ്മളെ പാറ ചായ കുടിച്ചൂറാ. ചായ കുടിക്കാണ്ട് എടുക്കുന്ന പണിയാ. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർ. ഇതാണ് നമ്മളെ കിച്ചുരങ്ങ് കണ്ടിട്ടുണ്ടാകുന്നത്. എൻ്റെ 8 നാടും കീർത്തികേട്ട എല്ലാം അതിലുണ്ടായ എൻ്റെ പാട്ടുകാരനായ കൂട്ടുകാരൻ. ഇരുന്നിട്ട് വീണാൽ എന്താവും അറിയില്ലറാ. അയ്യോ സൂര്യനില്ലറാ, ആരുമില്ല. സൂര്യനില്ല, സൂര്യൻ വന്നു. ഇതെന്തൊക്കെ മനസ്സിലായി. നിങ്ങൾ ആയിരുന്നു വെള്ളം എത്തിച്ചേ? അതന്നെ വെള്ളം വേസ്റ്റ് ആണ്. വെള്ളം കവുങ്ങിലേക്ക് ഇടുന്നു. തുടങ്ങുന്നേടാ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ശുദ്ധമായ ഉറവ വെള്ളം.
നേരത്തെ കരി കവുങ്ങിലേക്ക് ഇവർ വെള്ളം വിട്ടു കൊടുക്കുകയാണ്. കാരണം തോട്ടത്തില് വെറുതെ വേസ്റ്റ് ആയിട്ട് പോകുന്ന വെള്ളം. ശരിയല്ലേ? എന്ത് ശരി? ഒന്നും കൂടി പറഞ്ഞ. 24 മണിക്കൂർ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടെന്നാല് പിന്നെ അവൻ വെള്ളം അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല ഇല്ല. ആവശ്യമൊക്കെ ഒരാഴ്ചയിലപ്പോ എത്ര വെള്ളമായി. സത്യം. ഈ കുഞ്ഞുട്ടൻ എങ്ങനെ ഇടത്തിയേ? കുഞ്ഞുട്ട ഐഡിയ ഫുള്ള് കുഞ്ഞുട്ടൻ തന്നെ. പുല്ലരിഞ്ഞുവാ? കത്തിയുണ്ടോ? അതാണ് കുഞ്ഞുട്ടൻ. കുഞ്ഞുട്ടൻ പുല്ലരിയാൻ വന്നാണ്. ഒരു സമയത്ത് കിച്ചുമായിരുന്നു കാലിക്ക് പുല്ലരുന്നതിന്റെ ഉസ്താദ്. അതും പറയും. ഇപ്പൊ അത് കുഞ്ഞുട്ടനിലേക്ക് മാറി. പക്ഷെ അത് സമ്മതിക്കണം. അത് ഞങ്ങൾ എല്ലാരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പുല്ലരിയ കൃഷി നോക്കുക, തോട്ടം നോക്കുക എന്നെല്ലാം പറഞ്ഞത്. കാരണം എല്ലാരും ഇപ്പോഴത്തെ കാലത്ത് ഫോണിലെല്ലാം നിൽക്കുന്ന സമയത്ത് ഇവരെ പണിയെടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എല്ലാരും ഫുട്ബോൾ പ്ലെയറാണ്, കലാകാരന്മാരാണ്. കിച്ച് ഇത്രയും പുകഴ്ത്തിട്ട് മതി.